വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ ഭാഗമാക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്നവനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവയിപ്രകാരം സംഭവിച്ചു. ആകയാൽ ബലിപീഠത്തിൽ വഴിപാട് അർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ അവിടെ വെച്ച് തന്റെ സഹോദരന് തന്റെ നേരെ വല്ല വിരോധവും ഉള്ളതായി ഓർത്താൽ വഴിപാട് അവിടെ ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പോയി ആദ്യമായി സഹോദരനോട് രമ്യമാവുക, പിന്നീട് വന്ന് തന്റെ വഴിപാട് നടത്തുക. നീ വഴിക്ക് വെച്ച് തന്നെ പ്രതിയോഗിയോട് വേഗത്തിൽ ഐക്യപ്പെടുക. ഇല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപങ്ങൾ ഏൽപ്പിക്കുകയും ന്യായാധിപൻ സേവകനെ ഏൽപ്പിക്കുകയും അങ്ങനെ നീ കാരാഗ്രഹത്തിലാക്കപ്പെടുകയും ചെയ്യും. കടിശിക്കാശ് പോലും കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് നീ പുറത്തിറങ്ങുകയില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നു. ബാറക്മോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതായ നല്ല നിത്യവും ഇടപെടാതെ നിനക്ക് സമർപ്പിക്കുവാൻ എന്റെ നാഥാടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും തന്റെ ശുദ്ധീകരണ ബലിയർപ്പണത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കാഴ്ച അനുഗ്രഹീതവും മധുരഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും മൂകജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന
പെണ്ണാട്ടിൻ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായ ഈ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്നതായ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. പുണ്യ നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ടിപ്പെട്ട കാരണങ്ങളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പുണ്ടാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കിയവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹം നിറഞ്ഞ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായിരിക്കുന്ന എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ച് കളയണമേ. ഉത്തമനെ ദയവ് തോന്നി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും ആർദ്രതയുമാകുന്ന പരിമഞ്ഞിനെ നീ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാദനമായ മശിഹ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. എന്റെ നാഥ, ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളി വരണമേ. അടിയങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അടിയങ്ങളുടെ കണ്ണുനീരുകളും തിരുസന്നിധിയിൽ കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന്റെ പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്കെല്ലാവർക്കും സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഹോശോ വബകുൽ സ്തുബാൻ ലൗൽമി. സർവാധിപതിയും ഹൃദയപൂർവം തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ പരിശുദ്ധമായ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ഈ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ നാഥ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളെ തന്നെ നിനക്ക് സ്വീകാര ബലിയായി ഭവിക്കുവാൻ വേണ്ടി യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിന്മേലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോട് കൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബകുൽ സ്തുബാൻ